പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷത്തെയും ഒന്നാം വായനയെയും ബന്ധിപ്പിക്കുന്ന രണ്ട് വചനങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. കർത്താവെ, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ലോകത്തെ അതിജീവിക്കാൻ ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. അതുകൊണ്ട് ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, നേരെ മറിച്ച് ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്ന്. അതേ ഓർമ്മപ്പെടുത്തലുമായിട്ട് ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. അവരെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ കടമ. കർത്താവ് അത് തന്നെയാണ് ചെയ്തത്. ഈ ലോകത്തിൽ നിന്ന് അവരെ എടുക്കാനല്ല പ്രാർത്ഥിക്കണേ. നമുക്ക് ഈ ലോകം വിട്ട് എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് എടുക്കാനല്ല കർത്താവിൻ്റെ പ്രാർത്ഥന. നേരെ മറിച്ച് ഈ ലോകത്തെ ജയിച്ചു നിൽക്കുന്നവരായി ജീവിക്കാനുള്ള കരുത്ത് കൊടുക്കണേ, ദുഷ്ടനിൽ നിന്ന് അവരെ രക്ഷിക്കണേ എന്ന്. നമുക്കിങ്ങനെ യുദ്ധം ചെയ്തേ പറ്റുള്ളൂ. വെറുതെ ഇങ്ങനെ ജീവിച്ചു പോയിട്ട് കാര്യമില്ല. നമ്മളായിരിക്കുന്നിടങ്ങളിൽ നിന്ന് തിന്മകളെ ഇല്ലാതാക്കുമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടാവണ്ടേ. നമ്മുടെ കൺമുൻപിൽ തിന്മകൾ നടമാടുന്ന കണ്ടിട്ട് പോലും മിണ്ടാതിരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോയാൽ മതി എന്നുള്ളൊരു പാസീവ്നെസ് വെടിഞ്ഞ് നമുക്കൊന്ന് ആക്റ്റീവായേ പറ്റുള്ളൂ. പല തിന്മകളെയും മനുഷ്യർ അതിജീവിച്ചത് കൂടെയുള്ളവരുടെ ഒരു സപ്പോർട്ടിൻ്റെ ബലത്തിലാണ്. നമ്മളിങ്ങനെ കർത്താവെ, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനെ ജയിക്കാനായി ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണേ. ലോകം അത്രയ്ക്ക് മോശമൊന്നുമല്ല, പക്ഷേ ലോകത്തിലുള്ള തിന്മകളെ എതിർക്കാതിരിക്കുന്നിടത്തോളം കാലം അത് നമ്മളെ വിഴുങ്ങി തുടങ്ങും. അത് നമ്മളുടെ കുഞ്ഞുങ്ങളെ അടക്കം ഇങ്ങനെ ബാധിച്ചു തുടങ്ങും. എന്നിട്ടും നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുന്നത്, നീ ഈ ഗോത്രത്തിൻ്റെ കാവൽക്കാരനാണ്. ആ ഗോത്രത്തിൽ ഒരാളെങ്കിലും പാപം ചെയ്യുകയും അവൻ ആ പാപത്തിൽ തന്നെ മരിക്കുകയും ചെയ്താൽ അവൻ്റെ ജീവന് നിന്നോട് ഞാൻ കണക്ക് ചോദിക്കും. അവൻ്റെ ജീവന് നിന്നോട് ഞാൻ കണക്ക് ചോദിക്കും. നീ നിൻ്റെ ഗോത്രത്തിൻ്റെ കാവൽക്കാരനാണ്. മിണ്ടാതിരുന്നാൽ പറ്റില്ല. ഇങ്ങനെ തിന്മയിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നമ്മുടെ കുടുംബങ്ങളിലേക്കും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്കുമൊക്കെ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടും നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ ജീവന് നിന്നോട് ഞാൻ കണക്ക് ചോദിക്കും. അതാണ് വചനം പറയണത്. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. സംരക്ഷണം കൊടുത്തേ പറ്റുള്ളൂ. തിന്മകളിൽ നിന്ന് അവർക്ക് കോട്ടയായി നിന്നേ പറ്റുള്ളൂ. നമുക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല എന്നും അവർ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നില്ല എന്നൊക്കെ പരാതിപ്പെടുന്ന നമ്മൾ എന്തുകൊണ്ടാണ് അവരുടെ ആത്മാവിനെ കുറിച്ച് ചിന്തയില്ലാത്ത? കുഞ്ഞുങ്ങൾ പഠിക്കാത്തതിനെ കുറിച്ച് പരാതി പറയുന്ന നമ്മൾ എന്തുകൊണ്ടാണ് അവർ പള്ളിയിൽ പോവാത്തതിനെ കുറിച്ച് പരാതി പറയാത്തത്? ഇങ്ങനെ ഭർത്താവ് കുടിച്ചുകൊണ്ട് വരുന്നു എന്നുള്ള പരാതി നിരന്തരം പറയുന്ന നമ്മൾ എന്തുകൊണ്ടാണ് അയാൾ രാത്രി കുടുംബ പ്രാർത്ഥനയ്ക്ക് വരാത്തതിനെ കുറിച്ച് പരാതി പറയാത്തത്? ഭാര്യ കലഹിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ എന്തുകൊണ്ടാണ് അവൾ പരിശുദ്ധ കുർബാന എല്ലാ ദിവസവും സ്വീകരിക്കാത്തതിനെ കുറിച്ച് പരാതി പറയാത്തത്? നമ്മളിങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർക്കൊക്കെ ആവശ്യമുള്ളതൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ടാണ് നമ്മൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള ഓർമ്മ ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ട്. വചനത്തിലെ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അതാണ്. എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. തിന്മകൾ ഓരോന്നായി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും തെറ്റുകുറ്റങ്ങളിലേക്ക് കുഞ്ഞുങ്ങളിങ്ങനെ സ്ലിപ്പായി പോകുമ്പോഴും അതിനെതിരെ ഒന്ന് പ്രതിരോധം തീർക്കാൻ പോലും പറ്റാതെ നമ്മൾ അവർക്കിങ്ങനെ വളരെ പാസീവായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കുടിക്കരുതെന്ന് നമുക്കറിയാം. കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരുള്ളവർ നമ്മളോട് പറയും കുടി പാടില്ല, പിന്നെ മദ്യപാനം പാടില്ല എന്ന് ഒരു വശത്ത് ഇങ്ങനെ നിർബന്ധപൂർവം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീടുകൾക്കകത്ത് എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ ഇതേ അമ്മമാര് ഇതേ ചേച്ചിമാര് ടച്ചിങ്സ് വെച്ച് കൊടുക്കണത് കണ്ടിട്ടുണ്ട്. അവരാ ഉണ്ടാക്കി കൊടുക്കണേ. ഇറച്ചി വറുത്ത് കൊടുക്കുന്നതും അച്ചാറുണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ അവർ തന്നെയാണ്. കാവലായി നിൽക്കേണ്ടവര്, തിന്മകളിൽ നിന്ന് സംരക്ഷണം കൊടുക്കേണ്ടവര്, തെറ്റാണെന്ന് വിളിച്ചു പറയേണ്ടവര് ഇങ്ങനെ പതിയെ ഒന്നും മിണ്ടാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ
ക്രൂരരായിട്ടുള്ള ചെന്നായ്ക്കൾ അജപാലകരുടെ ഇടയിലേക്ക് കടന്നു കയറി അവരെ ഇല്ലാതാക്കുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. ഒന്നും പറയാനില്ലാത്ത വിധത്തിൽ, നമുക്കൊന്നും സഹായിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു സമയം അവരെ തിന്മകളിലേക്ക് ഇടറിപ്പോകുന്നത് നമ്മൾ കാണേണ്ടി വരും. ഇപ്പോൾ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന, തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പച്ചന്മാരെ അങ്കിളുമാരെയൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താണ്. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മുടെ മക്കളെ ഇങ്ങനെ നമ്മുടെ കൺമുന്നിലൂടെ ഇങ്ങനെ പ്രാഞ്ചി നടക്കണത് കാണേണ്ട വരും ഒരിക്കലും നമുക്ക്. ക്രൂരരായിട്ടുള്ള ചെന്നായ്ക്കൾ അവരെ ഏത് വിധത്തിലും വരും, ഏത് വേഷത്തിലും വരും. കർത്താവ് അത് പറയും, പിതാവേ ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കണേ, നേരെ മറിച്ച് ദുഷ്ടനിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമെന്ന്. അതിന് സംരക്ഷണ കോട്ടയായി നിൽക്കേണ്ടിയിരുന്ന നമ്മൾ ഒന്നും ചെയ്യാതെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യാതെ, അവർ പറയണത് ചെയ്യണത് തെറ്റാണെന്ന് അവർക്കൊരു ഓർമ്മപ്പെടുത്തൽ കൊടുക്കാതെ നമ്മൾ എങ്ങനെയാണ് അവരെ ദുഷ്ടനിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ ഒരു പ്രോസസ്സിലൊന്ന് പങ്കുചേരുക? കർത്താവെ, ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് കാവലായും കോട്ടയായും നിൽക്കാതെ പോയ നിമിഷങ്ങളെ പ്രതി ഒന്ന് മനസ്തപിക്കാം. അങ്ങ് ആഗ്രഹിച്ച അങ്ങയുടെ വലിയ ആഗ്രഹം നിറവേറ്റാനായി ഒരു ചെറുവിരൽ പോലും അനക്കാതെ ജീവിച്ചു പോയ ഈ വളരെ പാസീവായി പോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുകയാണ്. പിതാവേ, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ലോകത്തെ അതിജീവിക്കാൻ ഇവർക്ക് ശക്തി നൽകണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഒന്ന് കൂട്ടുനിൽക്കാതെ പോയ നിമിഷങ്ങളെ പ്രതി മനസ്തപിച്ചുകൊണ്ട് ഇനിയെങ്കിലും ഒപ്പമുള്ളവരെ തിന്മ പൊതിയാതെ സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള വാഗ്ദാനം കർത്താവിന് കൊടുത്തുകൊണ്ട് നമ്മൾ അവിടുത്തെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. തിന്മകളിൽ പെട്ടുപോവാതിരിക്കാൻ മാത്രമല്ല, ഇങ്ങനെ തിന്മകളിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ തിരികെ എടുക്കാനായിട്ടുള്ള കരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു ബോട്ടപകടത്തിൽപ്പെട്ട് ആളുകൾ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. വീണ്ടും ഒരാൾ ആ കലങ്ങി മറിയുന്ന പുഴയിലേക്ക് ചാടാനായിട്ട് ഒരുങ്ങുമ്പോൾ മനുഷ്യർ ചോദിക്കുന്നുണ്ട്, ഇനി ആ ബോട്ടിൽ ആരും ഉണ്ടാവില്ല, ഇനി വെറുതെ റിസ്ക് എടുക്കണ്ട. അയാൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, ബോട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിലോ? ബോട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിലോ? പ്രാർത്ഥന കൊണ്ടെങ്കിലും മുങ്ങിക്കൊണ്ടിരിക്കുന്ന ബോട്ടിനെ ഒന്ന് തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടായേ പറ്റുള്ളൂ. ആരെങ്കിലും ഉണ്ടെങ്കിലോ? ആരെങ്കിലും ആ തിന്മകളിലേക്ക് മുങ്ങി താഴുന്നുണ്ടെങ്കിലോ? ആരെങ്കിലും തിന്മകളുടെ പിടിയിൽ പെട്ടുപോയിട്ട് തിരിച്ചു കയറാനാവാതെ ഇങ്ങനെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിലോ? നമ്മുടെ ഉത്തരവാദിത്വമാണ്. നീ നിൻ്റെ ഗോത്രത്തിൻ്റെ കാവൽക്കാരനാണ്. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് സ്വർഗത്തെ നോക്കി കലഹിക്കുന്ന കായേന് ഞാൻ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈകഴുകി ഒഴിയുന്ന പീലോത്തോസുമാർ പെരുകുന്ന ഈ കാലത്ത് നമ്മുടെ നിയോഗം സഹോദരൻ്റെ കാവൽക്കാരനാവുക എന്നുള്ളത് തന്നെയാണ്. അവൻ്റെ രക്തത്തിന് എനിക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞ് അവനെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന വചനമാണ്. ഞാനല്ലാതെ വേറെ ആരാ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാവാൻ പോകുന്നത്? ഞാനല്ലാതെ ആരാ എൻ്റെ സഹോദരൻ്റെ രക്തത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്? കർത്താവേ, ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കും. തിന്മകളെ പ്രതിരോധിക്കാനും തിന്മകളിലേക്ക് പ്രിയപ്പെട്ടവർ വഴുതിപ്പോവാത്ത കാവലായി കോട്ടയായി നിൽക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ബലം നൽകണേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഈ ലോകത്തിൽ ജീവിക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക്, പക്ഷേ ലോകത്തിന്റെ ചതിക്കുഴികളിലേക്ക് തെറ്റിപ്പോവാതിരിക്കാൻ പറ്റുമല്ലോ. അതിനുവേണ്ടി പരിശ്രമിക്കാൻ പറ്റുള്ളൂ, ബലം പിടിച്ച് ജീവിക്കാൻ പറ്റുമല്ലോ. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള തിന്മകളിലേക്ക്, ദുഷ്ടൻ്റെതായിട്ടുള്ള ചതിക്കുഴികളിലേക്ക് വീണു പോകില്ല എന്നുറപ്പിച്ചു കുറച്ചു പേര് ജീവിക്കുന്നത് കാണുന്നത് തന്നെ എന്തൊരു ചന്തമാണ്. കർത്താവെ, ആ സൗന്ദര്യം ഞങ്ങളുടെ ജീവിതങ്ങൾക്കും തരണേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഉറക്കത്തിലേക്ക് പോകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ,
ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.